ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണ് എന്നുള്ളതാണ്. അതേ ഖജനാവിനെ മികച്ചതാക്കി തീർക്കാൻ വി.ഡി. സതീശന് കഴിയുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. വാഗ്ദാനങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഖജനാവിൽ പണം വേണം, എന്നെങ്കിലേ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ഒരു സർക്കാരിന് കഴിയൂ. UDF സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി നിലവിലെ ഒരു സാമ്പത്തിക സ്ഥിതി തന്നെയാണ്. നിലവിൽ നമുക്ക് 4.14 ലക്ഷം കോടിയുടെ ഒരു ബാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പെൻഷനും അതുപോലെ തന്നെ ശമ്പളം കൊടുക്കാനൊക്കെ നമ്മൾ കടമെടുക്കേണ്ട ഒരു സാഹചര്യമാണ്. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. വി.ഡി. സതീശൻ കേരളത്തെ പുതുയുഗത്തിലേക്ക് നയിക്കുമോ? നാടിനെ വികസന വഴികളിൽ നയിക്കുക എന്ന ദൗത്യമാണ് പുതിയ മുഖ്യമന്ത്രിക്കുള്ളത്. അധികാരത്തിലേക്ക് പിടിച്ചുയർത്തിയ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ആത്മാർത്ഥതയും ഏതു സാഹചര്യത്തിലും UDF സർക്കാർ മറക്കരുതെന്ന് കേരള ജനത ആഗ്രഹിക്കുന്നു. ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ഭരണം കാഴ്ചവെക്കാൻ തെളിയിക്കാനൊക്കെയുള്ള അവസരം വന്നിരിക്കുകയാണ്. അത് കേരളം കാത്തിരിക്കുകയാണ്. അമ്പിളി, നമ്മൾ വി.ഡി. സതീശൻ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള കാരണം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ പ്രധാന ഘടകം എന്നുള്ളത് ജനവികാരമാണ്. സതീശന് അനുകൂലമായിട്ടുള്ള ജനവികാരം. അദ്ദേഹം പലപ്പോഴും ഈ LDF സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് തന്നെ പല രീതിയിലുള്ള അദ്ദേഹം എതിർപ്പുകൾ, പല നയങ്ങളിലുള്ള എതിർപ്പുകളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായൊരു ബദൽ നിർദ്ദേശിക്കുന്നതടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരത്തിലേൽക്കുമ്പോൾ അത് ജനങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. 10 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് UDF അധികാരത്തിൽ വരുന്നത്. അതിൽ തലപ്പത്ത് വി.ഡി. സതീശനാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ജനങ്ങളുടെ പ്രതീക്ഷ വളരെ വലുതാണ്. ധനമന്ത്രി ഏറ്റവും ഒടുവിലായി ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞത് ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണ് എന്നുള്ളതാണ്. അതേ ഖജനാവിനെ മികച്ചതാക്കി തീർക്കാൻ വി.ഡി. സതീശന് കഴിയുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഇപ്പോൾ മായ പറഞ്ഞ പോലെ തന്നെ ഒരു 10 വർഷത്തെ തുടർഭരണത്തിന് ശേഷം ഒരു സർക്കാർ അധികാരത്തിലേറുകയാണ്. അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു എല്ലാ അർത്ഥത്തിലും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ജനവികാരം മാനിച്ചുകൊണ്ട് വി.ഡി. സതീശൻ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാകുന്നു. കോൺഗ്രസ് എന്തായാലും ഈ ജനവികാരം മാനിച്ചുകൊണ്ട് കരുത്തുറ്റതും അതുപോലെ തന്നെ ഏറ്റവും പിന്തുണയുമുള്ള ഒരു നേതാവിനെയൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. പുതുയുഗ യാത്രയുടെ തുടക്കമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള 5 വർഷം ഭരണത്തിൽ എന്ത് വിസ്മയം കാഴ്ചവെക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് കേരളം കാത്തിരിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം വി.ഡി. സതീശൻ പറഞ്ഞ ഒരു വാക്കുകളുണ്ട്. അതായത് ജനങ്ങൾക്ക് നൽകിയ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് ഇനി അങ്ങോട്ടൊരു ഇതൊരു ദൈവനിയോഗമാണ്, പക്ഷേ ഇനി അങ്ങോട്ടൊരു പുതു യുഗമായിരിക്കും. അപ്പോൾ അതിനുള്ള എല്ലാ ശ്രമങ്ങളും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ്. നമുക്കറിയാം ഈ ജനങ്ങളും ഒരു പാർട്ടി ഒരു വോട്ടെടുപ്പിന് മുന്നേ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനമാണ് പ്രകടന പത്രികയിൽ. അതിൽ UDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇപ്രാവശ്യത്തെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ആ വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പാക്കുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി അധികാരത്തിലേക്ക് വരുമ്പോൾ ആ സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ആശയവിനിമയമാണ് ആ വാഗ്ദാനങ്ങൾ നടപ്പാക്കുക എന്നുള്ളത്. 5 വർഷം കൊണ്ട് എത്രത്തോളം ആ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ പറ്റുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇന്നലെ പറഞ്ഞത് ഈ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ എല്ലാ കഠിന ശ്രമങ്ങളും ഉണ്ടാകും. അർപ്പണബോധത്തോടു കൂടിയുള്ള ശ്രമങ്ങൾ നടപ്പാക്കിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കഠിന പരിശ്രമം നടത്തി ഓരോരോ വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ പറയുന്നുണ്ട്. അതായത് പ്രഖ്യാപനത്തിന് ശേഷം അത് ഓർമ്മിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം നമ്മൾ കണ്ടു മുതിർന്ന നേതാവ് A.K. ആൻ്റണിയുടെ അടുത്തേക്ക് പോകുമ്പോൾ A.K. ആൻ്റണി ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. ഒരു ജനനായകനാണ്, ഒരു ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയാകുമ്പോൾ നിങ്ങൾ വലിയ പ്രതീക്ഷ ഉടനെ തന്നെ ഒരു ജനപ്രിയ പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ ഒരു ജനപ്രിയ സർക്കാരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്, ഖജനാവ് കാലി എന്നുള്ളതാണ്. അപ്പോൾ വാഗ്ദാനങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഖജനാവിൽ പണം വേണം, എന്നെങ്കിലേ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ഒരു സർക്കാരിന് കഴിയൂ. ഖജനാവിൽ പണമില്ലെങ്കിൽ ഫയലുകളൊന്നും നീങ്ങില്ല, വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ സാധിക്കില്ല. അപ്പോൾ UDF സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി നിലവിലെ ഒരു സാമ്പത്തിക സ്ഥിതി തന്നെയാണ്. മായ സൂചിപ്പിച്ച പോലെ നിലവിൽ നമുക്ക് 4.14 ലക്ഷം കോടിയുടെ ഒരു ബാധ്യതയുണ്ടെന്നാണ് പറയുന്നത്.
പറയുന്നത്. പെൻഷനും അതുപോലെ തന്നെ ശമ്പളം കൊടുക്കാനൊക്കെ നമ്മൾ കടമെടുക്കേണ്ട ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഇതുപോലുള്ള പ്രധാനപ്പെട്ട വാഗ്ദാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ KSRTCയിലെ സൗജന്യ യാത്ര, സ്ത്രീകൾക്ക്, അതുപോലെ തന്നെ കുട്ടികൾക്ക്, കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ മാസം കൊടുക്കുന്നത്, പിന്നെ ഈ മുതിർന്ന പൗരന്മാർക്കുള്ള വകുപ്പ്. അത് ശരിക്കും എല്ലാ സംസ്ഥാനത്തും നടപ്പാക്കേണ്ട ഒന്നാണ്. നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ മുതിർന്ന പൗരന്മാരെ വലിയ രീതിയിൽ ഈ യുവാക്കളെ പോലെ പരിഗണിക്കേണ്ട ഒരു വിഭാഗമാണ്. പിന്നെ ആരോഗ്യ ഇൻഷുറൻസ്, ഈ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള 25 ലക്ഷം രൂപയുടെ, ഇതൊക്കെ ഈ സർക്കാർ എങ്ങനെ നടപ്പാക്കും എന്നുള്ളതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ എന്തൊക്കെ ആയാലും ഏത് രീതിയിൽ അതിലൊരു സാമ്പത്തിക അച്ചടക്കം കണ്ടെത്തും? കാരണം ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനമാണ്. സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിലൊരു പക്ഷേ ഒരു സർക്കാർ സഹായം കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പോലും കഴിയാത്ത കുടുംബങ്ങളുണ്ടായിരിക്കാം, എണ്ണപ്പെട്ട കുടുംബങ്ങളുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ യുവതലമുറയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നടപ്പാക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ സർക്കാരിൻ്റെ ലക്ഷ്യങ്ങളിൽ ആദ്യം മുന്നിട്ട് നിൽക്കണമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊക്കെ എങ്ങനെ നടപ്പാക്കും? ഖജനാവിൽ പണം വേണമല്ലോ. അപ്പോൾ അതിനെ ഈ സർക്കാർ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് തോന്നുന്നത്. അതിന് നമുക്ക് ചില കണക്കുകൾ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ നമ്മുടെ കോവിഡ് കാലത്ത് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കട അനുപാതം GSDPയുടെ അത് 39% അത് കുതിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോഴത് ഏകദേശം 33.44% അതിപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാം പിണറായി സർക്കാർ, ആ സർക്കാർ അധികാരത്തിലേറുമ്പോൾ 1.5 ലക്ഷം കോടിയാണ് കേരളത്തിൻ്റെ കടം എന്ന് പറയുന്നത്. പിന്നീട് അത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അത് 2.96 ലക്ഷമായി കൂടുകയും ചെയ്തു. പിന്നെ 2024-25 ആ ഒരു ബജറ്റ് സമയത്ത് അപ്പോൾ പറഞ്ഞത് 4.35 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ കടം എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി 2025-26 ബജറ്റ് പ്രകാരം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4.88 ലക്ഷം കോടിയാണ് നമ്മുടെ കടം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ അധികാരമേൽക്കുമ്പോൾ നേരത്തെ അമ്പിളി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെ അത് ഒരു വലിയ വെല്ലുവിളി തന്നെ സർക്കാരിന് സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ സ്ത്രീകൾക്ക് KSRTCയിലുള്ള സൗജന്യ യാത്ര, നമുക്കറിയാം എത്രത്തോളം തകർച്ചയിലായിരുന്നു KSRTC. അതെങ്ങനെ പതിയെ കരകയറി വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണത്. അപ്പോൾ ആ പൊതുഗതാഗത സംവിധാനത്തിൽ സ്ത്രീകൾക്കൊക്കെ സൗജന്യമായി കൊടുക്കുമ്പോൾ അത് ഏത് രീതിയിൽ, അത് അത്രയും ബാധ്യത ആരംഭിച്ചു, ജെൻഡർ മാർക്കിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ അത് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ക്ഷേമ പെൻഷൻ 2000 നിന്ന് 3000 കൊടുക്കുക. 60 ലക്ഷത്തോളം ആളുകളാണ് അതിൻ്റെ ഏകദേശം ഗുണഭോക്താക്കളായിട്ട് വരുന്നത്. അത്രയും 60 ലക്ഷം ആളുകൾക്ക് മാസം ഇത്തരത്തിൽ കൊടുക്കേണ്ടി വരുമ്പോൾ അത് തീർച്ചയായും സർക്കാരിന് അതൊരു വലിയൊരു ബാധ്യത തന്നെയാണ്. അപ്പോൾ ഇത്തരം വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഈ ശമ്പള കമ്മീഷൻ ഈ സർക്കാർ പോകുന്ന സമയത്ത് അത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 25,000 കോടിയാണ് അതിനൊരു ചെലവ് വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൊടുക്കേണ്ടതാണ്, ഇവരുടെ ചുമലിൽ വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ DA കുടിശ്ശിക, ശമ്പള കുടിശ്ശിക, ഇതിന് മുൻപുള്ള ശമ്പള കുടിശ്ശിക, ഇതൊക്കെ കൊടുത്ത് തീർക്കണമെങ്കിൽ തന്നെ വലിയൊരു കടമ്പ ഈ UDF സർക്കാരിന് കടക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ സമയത്തും ഇനിയിപ്പോൾ ഈ LDF സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്തൊക്കെ ഈ VD സതീശൻ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് ഈ കേന്ദ്രത്തിൽ നിന്ന് ഈ ധനസഹായം വെട്ടിക്കുറക്കുന്നു, കടമെടുപ്പ് പരിധി കുറയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്കും അതേ രീതിയിലുള്ള വാദങ്ങൾ ഉയർത്തുന്നതിന് പല രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ട്. അതേ വാദം തന്നെ ഇവർക്കും ഉയർത്താൻ കഴിയില്ല. കാരണം ഇതിനെതിരെയൊക്കെ സഭയിലിരുന്നിട്ട് ഘോരം പ്രസംഗിക്കുകയും അതിനെതിരെ ക്രിയാത്മകമായിട്ടുള്ള ബദലുകളൊക്കെ നിർദ്ദേശിച്ചിരിക്കുന്ന ആളാണ് VD സതീശൻ ഉൾപ്പെടെയുള്ള സർക്കാർ. അപ്പോൾ പ്രതിപക്ഷം നിര ഇതിന് മറുപടി പറയേണ്ട ആൾ അവിടെ സഭയിൽ തന്നെ ഇരിപ്പുണ്ടാകും, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ തലയിലേറ്റി വയ്ക്കുന്നത് വലിയൊരു ഭാരവും പ്രതിസന്ധികളും ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് തന്നെ ഈ നികുതി പിരിവിലുള്ള അനാസ്ഥയും അതിലെ കാര്യക്ഷമമായി എല്ലാ സർക്കാരുകളുടെ കാലത്തും നികുതി പണം പിരിച്ചെടുക്കുന്നതിൽ അതെ. അപ്പോൾ അതൊക്കെ ക്രിയാത്മകമായിട്ട് എങ്ങനെ പിടിച്ചെടുത്ത് ഖജനാവിനെ എങ്ങനെ ശക്തിപ്പെടുത്തുന്നു. ഒപ്പം ഈ ധൂർത്തുൾപ്പെടെയുള്ളത് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പലതവണ സഭയിലൊക്കെ ഉയർത്തിയതാണ്. അപ്പോൾ അതൊക്കെ കാര്യക്ഷമമായി അത്തരത്തിലുള്ള ചെലവ് ചുരുക്കൽ അല്ലെങ്കിൽ എങ്ങനെ ഖജനാവിനെ കൂടുതൽ ശക്തിപ്പെടുത്താം എന്നുള്ളതൊക്കെ ആ രീതിയിൽ എന്തൊക്കെ നയങ്ങളും മാറ്റങ്ങളും ഒക്കെ ആയിരിക്കും സതീശൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്നുള്ളത് എല്ലാവരും ആകാംക്ഷ
ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒന്നാണ്. ഒപ്പം തന്നെ കിഫ്ബിയിൽ ഈ വി.ഡി. സതീശൻ സർക്കാർ എന്ത് നയം സ്വീകരിക്കുന്നു എന്നുള്ളത് കൂടി വളരെ പ്രധാനമാണ്. കിഫ്ബിക്ക് ബദലായി അല്ലെങ്കിൽ കൂടുതൽ ഫണ്ടുകളും കൂടുതൽ പണം സമാഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ബദൽ നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ്. അത് ആളുകൾ നോക്കിയിരിക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ ഇഷ്ടമാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പഠിച്ച് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹം വളർന്നു വന്ന വഴിത്താരകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു നേതാവിനെ രൂപപ്പെടുത്തിയെടുത്ത്. കാരണം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി കയറി വരുന്നത് ഒരു മന്ത്രിസ്ഥാനം പോലും കൈകാര്യം ചെയ്യാതെയാണ് ഡയറക്റ്റ് പ്രതിപക്ഷ നേതാവ് പിന്നീട് മുഖ്യമന്ത്രിയായി വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ജനങ്ങൾ അത്രയേറെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മായ പറഞ്ഞ പോലെ തന്നെ ഈ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. കാരണം മറ്റ് രാഷ്ട്രീയ നേതാവിൽ നിന്ന് അദ്ദേഹത്തിനുള്ളൊരു വ്യത്യസ്തത അതാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹം ഇപ്പോൾ പുതുതലമുറയായാലും എല്ലാവരും ഒരു വിഷനുള്ള നേതാവ് എന്നാണ് കാണുന്നത്. ഒപ്പം ഡിറ്റർമിനേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ധനവിഷയങ്ങളിലടക്കം അദ്ദേഹത്തിനൊരു അറിവ്, അത് നമ്മൾ ഇതിനു മുമ്പ് ഒരു വി.ഡി. സതീശൻ എന്നൊരു പൊളിറ്റീഷ്യൻ്റെ ഗ്രാഫ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഈ ലോട്ടറി വിഷയത്തിലടക്കം അന്നത്തെ സർക്കാരിനെ പുള്ളി വലിയ രീതിയിൽ പ്രതിസന്ധിയിലും പ്രതിരോധത്തിലും ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളിലുള്ള അറിവ് അത് ചൂണ്ടിക്കാട്ടുകയും അതിലെ വീഴ്ചകൾ ഈ പറഞ്ഞ പോലെ ബദൽ മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്തെല്ലാം രീതിയിലുള്ള ഒരു സാമ്പത്തിക അച്ചടക്കം ഈ സർക്കാരിന് പാലിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അതായത് വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ അധിക ധനസമാഹരണം കണ്ടെത്തിയേ മതിയാകൂ. അതിന് ചെലവ് ചുരുക്കലുണ്ട്. അതുപോലെ തന്നെ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തണം. സാമ്പത്തിക അച്ചടക്കം കൃത്യമായി പാലിക്കണം. അപ്പോൾ ഇതിലെല്ലാം അദ്ദേഹത്തിനൊരു വിഷൻ ഉണ്ട് എന്ന് തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഒരു 5 വർഷം ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആ സർക്കാരിന് വികസനം ആ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. അതുപോലെ തന്നെ സാമൂഹിക വിഷയങ്ങളിൽ ആ സർക്കാർ നടപ്പാക്കുന്നത്, അങ്ങനെ പല പല വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഏത് രീതിയിൽ അത് അപ്ലൈ ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ സർക്കാരിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അറിവുകളും അതുപോലെ തന്നെ ഇത്തരത്തിൽ വിഷനുള്ള ഒരു നേതാവ് ഇതുവരെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ നടപടികളും അല്ലെങ്കിൽ അദ്ദേഹം വിയോജിപ്പുകളും യോജിപ്പുകളും ഒപ്പം തന്നെ അതിന് ബദൽ മാർഗങ്ങളൊക്കെ നിർദ്ദേശിക്കുമ്പോൾ അങ്ങനെ ഒരാൾ ഭരണതലത്തിലേക്ക് വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയുണ്ടാകും. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ നമുക്ക് പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സൂചിപ്പിച്ച പോലെ തന്നെ സാമ്പത്തിക വിദഗ്ധരടക്കം പല നിർദ്ദേശങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് വയ്ക്കും. അത് ഒരു സർക്കാർ എത്രത്തോളം അത് ഫോളോ ചെയ്യുന്നു, അത് നടപ്പാക്കുന്നു എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച് ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ ആ രീതിയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു പക്ഷേ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ കണ്ട പോലെ കഴിഞ്ഞകാല സർക്കാരുകളെയൊക്കെ പോലെ സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മേലെ ഒരുപാട് കടം വരുത്തി വെച്ചുകൊണ്ടുള്ള ഓരോ സർക്കാരുകൾ വരുമ്പോഴും നിലവിലെ സ്ഥിതി വളരെ മോശമാണെന്ന് പറയുകയും പക്ഷെ കൂടുതൽ കടമെടുക്കുകയും മോടി പിടിപ്പിക്കലും ആഡംബരത്തിലൊന്നും ഒരു കുറവും ഒരു സർക്കാരും കാണിക്കാറില്ല. അപ്പോൾ UDF സർക്കാർ ആ രീതിയിൽ ഇനി ഏത് രീതിയിലായിരിക്കും അതിനോടൊക്കെയുള്ള ആ സർക്കാരിൻ്റെ സമീപനം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞ പോലെ തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നടപ്പാക്കുക എന്നുള്ളതാണ്. കാരണം അത്രയും പ്രതീക്ഷയോട് കൂടിയാണ് ഒരു 10 വർഷത്തിന് ശേഷം UDF സർക്കാരിനെയും അതുപോലെ തന്നെ ഒരാൾ മുഖ്യമന്ത്രി ആകണമെന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് ആഗ്രഹിച്ചതൊക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അപ്പോൾ അത്രയ്ക്കും ഒരു പ്രതീക്ഷ ഉണ്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കേരളം അതിനുവേണ്ടി കാത്തിരിക്കുക തോന്നുന്നു. ഈ 5 വർഷം എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത്. അതെ, തീർച്ചയായും വികസനമാണ് സതീശൻ മുന്നോട്ട് പ്രധാനമായും വെക്കുന്നത്. അപ്പോൾ അദ്ദേഹം പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് എപ്പോഴും അദ്ദേഹം പറയുന്നത്. ഹരിത MLA-മാരിൽപ്പെട്ട ഒരാളായിരുന്നു വി.ഡി. സതീശൻ തുടക്ക കാലങ്ങളിലൊക്കെ. അപ്പോൾ ഇപ്പൊ അദ്ദേഹം തന്നെ അധികാരത്തിൽ വരുമ്പോൾ അത്തരം വിഷയങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു നിലപാട്. കാരണം സിൽവർ ലൈനൊക്കെ ഒരുപാട് വിമർശിച്ച് പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ചതാണ്, നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലൊക്കെ ഏത് രീതിയിൽ സമീപനം അദ്ദേഹത്തിന്റെ ഈ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം ആ കാര്യങ്ങളിൽ ഈ ചൂഷണം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ അതും കൂടി നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള വെല്ലുവിളികൾ കൂടുതൽ ഉണ്ടെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ വരാനിരിക്കുന്നത് ഈ പാർട്ടിയിൽ നിന്ന് തന്നെയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും വലിയ പ്രതിപക്ഷം. അതെ തീർച്ചയായും. കാരണം ഐക്യജനാധിപത്യ മുന്നണിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഐക്യം കൂടി ഈ ഭരണത്തെ ബാധിക്കുമെന്നുള്ളതാണ്. ഘടകകക്ഷികളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ പല തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ സാമുദായിക സമവാക്യം നോക്കേണ്ടി വരും, അങ്ങനെയൊക്കെ. പക്ഷേ ഇത്തരത്തിലുള്ള സാമുദായിക ആചാര്യന്മാരോടൊന്നും ഒരു തരത്തിലുള്ള
കോംപ്രമൈസിനും ചെയ്യാത്ത ഒരാളാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭരണകക്ഷിയിൽ നിന്ന് തന്നെ ഉയരുന്ന വെല്ലുവിളികളെ കൂടി അദ്ദേഹത്തിന് അതിജീവിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ജനപിന്തുണയും ലക്ഷ്യബോധവുമായി മുഖ്യമന്ത്രി പദമേറുന്ന വി.ഡി. സതീശന് മുന്നിൽ, സർക്കാരിന് മുന്നിൽ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള നിരവധി വെല്ലുവിളികളുണ്ട്. അതെല്ലാം തരണം ചെയ്ത് മറികടന്ന് മുന്നേറാൻ അദ്ദേഹത്തിനും സർക്കാരിനും സാധിക്കട്ടെ. സദ്ഭരണത്തിന്റെ 5 ആണ്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാം.